ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് നമ്മളൊരു ഫ്യൂഷൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 ഡിഷസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആണ് ഈ ഒരു വിഭവം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇത്രയും ചേരുവകളാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പാലും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിയേഴ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കളർ മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി പച്ചമുന്തിരി ഉണ്ട്, റെഡ് മുന്തിരി ഉണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്യുമ്പം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എടുക്കാം, മാങ്ങ, പഴം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, എല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് അവൽ വേണം. വറുത്ത അവലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാ അവൽ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. വല്ലാണ്ട് ചൂടാക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള അവലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചെറുപഴം ഒരു 5 എണ്ണം കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചെറുപഴം നിങ്ങൾക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തില്ല, ഞാൻ കാണിക്കാം. അപ്പോൾ ഒരു 5 ചെറുപഴവും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മാഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ചെറുപഴം ഇതാണ്. അപ്പോൾ ഇതിൽ ഇതുപോലത്തെ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം വേണം. ഐസ്ക്രീം അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ഐസ്ക്രീം എടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇത് ഫൈനലായിട്ട് ഗാർണിഷ് ചെയ്യാനും ഐസ്ക്രീം വേണം കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ് എടുക്കുക. നട്ട്സ് ഗാർണിഷ് ചെയ്യാനും വേണം, അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനും വേണം. ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാനിപ്പം കുറച്ച് കാഷ്യൂസ്, ബദാം, കുറച്ച് പിസ്താച്ചോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ ലോങ് ലൈഫ് പാലാണ് എടുത്തിട്ടുള്ളത്, തണുപ്പുള്ള ലോങ് ലൈഫ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ചൂടാക്കേണ്ടൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഫ്രഷ് മിൽക്ക്, ഇവിടെ കിട്ടുന്ന ഫ്രഷ് മിൽക്ക് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. ചൂടാക്കി തണുപ്പിച്ചിട്ടുള്ള പാലെടുക്കുക കേട്ടോ. നാട്ടിലാണെങ്കിൽ ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ടുള്ള പാലെടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഫ്രൂട്ട്സിലേക്ക് ഐസ്ക്രീം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഫ്രൂട്ട്സൊക്കെ പൊതുവേ നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം ഐസ്ക്രീം ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. അത്രയേ ഉള്ളൂ, മിക്സ് ചെയ്യാനൊക്കെ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതുപോലെ വലിയൊരു ടോൾ ഗ്ലാസ് എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും താഴത്തെ ലെയറായിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്തല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവൽ അല്ലെങ്കിൽ ചൂടാക്കി എടുത്തിട്ടുള്ള അവൽ ഇട്ട് കൊടുക്കുക. ഇത് അവൽ മിൽക്കും ഫ്രൂട്ട് സലാഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോക്ടെയിൽ അവൽ മിൽക്കാട്ടോ. ഇനി നമ്മൾ പഴവും പഞ്ചസാരയും കൂടി മാഷ് ചെയ്തെടുത്തില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർഡറിൽ നിങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഓരോ ലെയർ നമ്മൾ വെച്ചു. ഇനി വീണ്ടും കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് ഫ്രൂട്ട്സും പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ പഴം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് താഴെ വരെ എത്തേണ്ട ആവശ്യമില്ല, മുകൾ ഭാഗത്ത് മാത്രം എത്തിയാൽ മതിയാവും. ഇനി നട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ടൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഐസ്ക്രീം വെച്ചിട്ടാണ്, വെനില ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല ഐസ്ക്രീം, പക്ഷേ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്ലേസ്ഡ് ചെറി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് അവലും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോക്ടെയിൽ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അവൽ മിൽക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡും എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വെറുതെ ഉണ്ടാക്കി നോക്കിയാണ്, പക്ഷെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വിഭവമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.